തൃശൂർ പൂച്ചട്ടിയിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകി വീണു. വൻ തേക്കുമരങ്ങൾ വീണതോടെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അന്നമനട പഞ്ചായത്തിലെ ചെറുവാളൂരിൽ അനധികൃത തോട് നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് കൃഷിനാശത്തിന് കാരണമാകുന്നുവെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത്. തൃശൂർ, എറണാകുളം ജില്ലകളിലായി 100ഓളം ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പോലീസ് പിടിയിൽ. കോഴി പൗലോസ് എന്നറിയപ്പെടുന്ന 68-കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂച്ചട്ടിയിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകി വീണു. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ സ്കൂൾ അങ്കണത്തിൽ നിന്നിരുന്ന വൻ തേക്കുമരങ്ങൾ വീണതോടെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് സംഭവം നടന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. രാവിലെ 8:30യോടെയാണ് പൂച്ചട്ടി പ്രദേശത്ത് അപ്രതീക്ഷിതമായ മിന്നൽ ചുഴലി വീശിയത്. ഈ സമയത്ത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ അങ്കണത്തിൽ നിന്നിരുന്ന വൻ തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. മരങ്ങൾ വീണതിനെ തുടർന്ന് സ്കൂളിന്റെ മേൽക്കൂരയുടെ ചില ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന 2 ഓട്ടോറിക്ഷകളും തകർന്നു. 9:30യോടെ ക്ലാസുകൾ ആരംഭിക്കാനിരുന്ന സ്കൂളിൽ അപകട സമയത്ത് വിദ്യാർത്ഥികൾ എത്തിയിരുന്നില്ല. അതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാവുകയായിരുന്നു. സംഭവ വിവരം അറിഞ്ഞതിനെ തുടർന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വീണമരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. അന്നമനട പഞ്ചായത്തിലെ ചെറുവാളൂരിൽ അനധികൃത തോട് നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് കൃഷിനാശത്തിന് കാരണമാകുന്നുവെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തു വന്നു. അന്നമനട പഞ്ചായത്തിലെ ചെറുവാളൂർ RMCO ഭൂമിയോട് ചേർന്ന പ്രദേശത്താണ് അനധികൃത തോട് നികത്തലിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രദേശത്ത് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് തോട് നികത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. ഇതോടെ മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ കൃഷിഭൂമികളിലേക്ക് വെള്ളം കയറി നാശനഷ്ടം സംഭവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം വരുന്ന ഒരു ഏരിയയാണ്. 2018 തൊട്ടുള്ള ഈ കാലയളവ് വരെ വെള്ളം കയറുന്ന ഒരു ഏരിയ. പിന്നെ ഈ കൃഷിഭൂമിയിലേക്ക് അവിടെ നിന്ന് ഈ തോടിലുള്ള വെള്ളം മുഴുവൻ കൃഷിഭൂമിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വെള്ളം ഓരോ വീട്ടിലേക്കും കയറി തുടങ്ങണം. ഇതിങ്ങനെ മൂടിയ കാര്യം ഒഴുക്കിന് തടസ്സപ്പെടുത്താണ്. ഈ വെള്ളം എന്ത് ചെയ്താലാണ് ഇങ്ങനെ ഇത് തുറന്നു തന്നാലാണ് ഞങ്ങൾക്കത് തടസ്സം നീങ്ങി പോവുള്ളൂ. ഇപ്പം അത് തുറന്നു തരാമെന്നും പറഞ്ഞിട്ട് ഇന്നാൾ പറയും ഞങ്ങൾക്ക് ഇവിടെ തുറന്നു തരാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴും ആ വ്യക്തി പറയുന്നത്. താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണെന്നും 12ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണെന്നും അവർ ആരോപിക്കുന്നു. ഇപ്പം ഞങ്ങളത് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവന്യൂവിലേക്ക് പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് പഞ്ചായത്ത് മുഖേന ചെയ്യാം. അപ്പോൾ പഞ്ചായത്തുകാർക്ക് പറയുന്നത് റവന്യൂന്ന് ഒരു ലെറ്ററും പോലും തരാണ്ട് ഞങ്ങൾക്കൊരു നടപടിയും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലൊരു ഈ ഷാജഹാൻ എന്ന വ്യക്തിയും കൊണ്ട് ഒരു അദാലത്തൊക്കെ ഞങ്ങൾ വെപ്പിച്ചു. അപ്പോൾ അദാലത്ത് വെപ്പിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ കൂടി ഈ അദാലത്തിന് വരാണ്ട് നീട്ടി പോയി 2 ആഴ്ച മേലെ ആക്കി. എന്നിട്ട് അദാലത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് എൻ്റെ ഭൂമിയിൽ ഈ തോടില്ല, ഞാൻ മൂടിയത് ഞാൻ തുറക്കില്ല എന്നാണ് പറയുന്നത്. 2025 തന്നെ പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും റവന്യൂ കൃഷി വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് നടപടികൾ വൈകുന്നതായാണ് ആരോപണം. കളക്ടർ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട് അനധികൃത നികത്തൽ നീക്കം ചെയ്ത് സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. മീഡിയ ടൈം, മാള. ദേശീയപാതയിൽ SN പുരം സെന്ററിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് മരുന്നുമായി പോയ ലോറിയാണ് വളവിൽ നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് SN പുരം സെന്ററിലെ കിഴക്കേ വളവിൽ അപകടം സംഭവിച്ചത്. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് മരുന്നുമായി പോവുകയായിരുന്നു ചരക്ക് ലോറി. വളവ് തിരിയുന്നതിനിടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡരികിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു.
അപകടത്തിൽ ഡ്രൈവർക്കോ മറ്റ് യാത്രക്കാർക്കോ പരിക്കേറ്റിട്ടില്ലെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം കുറച്ച് സമയത്തേക്ക് തടസ്സപ്പെട്ടു. പിന്നാലെ മറ്റൊരു ലോറി എത്തിച്ച് ചരക്ക് മാറ്റി സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ, എറണാകുളം ജില്ലകളിലായി 100ഓളം ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പോലീസ് പിടിയിൽ. കോഴി പൗലോസ് എന്നറിയപ്പെടുന്ന 68കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഭണ്ഡാര മോഷണ പരമ്പരകളിൽ പ്രതിക്ക് പങ്കുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ മാസം മാള, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്ന ഭണ്ഡാര മോഷണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ കോഴി പൗലോസ് എന്നറിയപ്പെടുന്ന 68 വയസ്സുള്ള പൗലോസാണ് അറസ്റ്റിലായത്. വർഷത്തിൽ 6 മാസം ജയിലിൽ കഴിയുകയും പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് ഇയാളുടേതെന്ന് പോലീസ് പറയുന്നു. കൊടുങ്ങല്ലൂർ, മാള, കാട്ടൂർ, പുത്തൻവേലിക്കര, വെള്ളിക്കുളങ്ങര, വടക്കേക്കര, കൊടകര, ചാലക്കുടി, അങ്കമാലി തുടങ്ങി 20ലധികം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇയാൾക്കെതിരെ 100ഓളം കേസുകൾ നിലവിലുണ്ടെന്നാണ് വിവരം. രാത്രികാലങ്ങളിൽ ദീർഘദൂര ബസ്സുകളിൽ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തുകയും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുകയും ചെയ്ത ശേഷമാണ് ഇയാൾ മോഷണം നടത്തിയത്. അർദ്ധരാത്രിയോടെ ആരാധനാലയങ്ങളുടെ പൂട്ടുകൾ പൊളിച്ച് ഭണ്ഡാരങ്ങൾ കവർന്ന ശേഷം അതിവേഗം സ്ഥലം വിടുന്നതാണ് രീതി. പോലീസിന്റെ നീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും രക്ഷപ്പെടാൻ മിടുക്കനായിരുന്ന പ്രതിയെ ഞായറാഴ്ച വൈകിട്ട് വട്ടപ്പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. അങ്കമാലി പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് നടന്നത്. ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേഷ് R, GSI-മാരായ OP അനിൽകുമാർ, P ജയകൃഷ്ണൻ, ASI ES ജീവൻ, CPO-മാരായ KJ ഷിൻഡോ, കൃഷ്ണദാസ്, വഹദ്, നിനൽ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. മീഡിയ ടൈം, അങ്കമാലി. അസമിലെ ഗുവാഹട്ടിയിൽ നടന്ന 19ാമത് GFI ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയ കല്യാണി അജയനെ പുല്ലൂറ്റ് ഇൻഡിപെൻഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. 2 സ്വർണ്ണ മെഡലുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അസമിലെ ഗുവാഹട്ടിയിൽ നടന്ന 19ാമത് GFI ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാനത്തിന് അഭിമാനമായി മാറിയ കല്യാണി അജയനെയാണ് പുല്ലൂറ്റ് ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് അനുമോദിച്ചത്. 2 ഇനങ്ങളിൽ കേരളത്തിനായി സ്വർണം നേടിയ കല്യാണി അജയനെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് പൊന്നാടയണിയിച്ച് മെമന്റോ നൽകി ആദരിച്ചു. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും മികച്ച കായിക സംസ്കാരം വളർത്തിയെടുക്കുകയും ചെയ്യുമെന്ന് മന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് ഞാൻ 2007 മുതൽ KSU പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്രിക്കറ്റും കോളേജൊക്കെ വരുന്ന സമയം മുതൽ അറിയുന്ന ആളുകളാണ്. ഇൻഡിപെൻഡൻസ് ക്ലബ്ബും ഈ ക്ലബിൻ്റെ ഭാഗമായാണ് ക്ഷണിക്കാൻ വേണ്ടി നടക്കുന്ന സൗകര്യങ്ങൾ. കുറേയേറെ കാലത്തിന് ശേഷമാണ് പിന്നെ വീണ്ടും ഇവിടെ കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ വരാൻ വീണ്ടും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇടപെടാൻ ആവശ്യമുണ്ടായിരുന്നു. പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് പ്രദേശത്തെ കായിക പ്രേമികൾക്ക് നീതി ലഭ്യമാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഈ പ്രഖ്യാപനം സദസ്സ് കയ്യടികളോടെ സ്വീകരിച്ചു. പുല്ലൂറ്റ് ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ഷെറിൻ K മൊയ്തീൻ അധ്യക്ഷനായി. സത്താർ പുഴങ്കരയില്ലത്ത്, ബൈജു MV, നിസാം കാസിം, ഹാഷിം മഞ്ഞന, സുജ ജോയ് കൊല്ലംപറമ്പിൽ, ഹഫ്തസ്, ഹസീന എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് നെയ്തക്കുടിയിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ജയശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെലിൻ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി PR ജിനേഷ്, ശ്രീജിത്ത് ജയൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. വയോധിക ഉൾപ്പെടെയുള്ള വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർത്താഴം ചൂളക്കടവിൽ നൌഷാദും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ഓടുമേഞ്ഞ വീടാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം നിലം പതിക്കുകയായിരുന്നു.
അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന നൌഷാദിന്റെ മാതാവും സഹോദരനും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്കിലെ ശ്രീനാരായണപുരം ശാഖയുടെ കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ജനപ്രതിനിധികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. കേരള വിശ്വകർമ്മ വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വിക്രമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഇ.കെ. ധർമ്മദേവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം തെരഞ്ഞെടുക്കപ്പെട്ട സമുദായാംഗമായ സിന്ധു അജയ്കുമാറിനെ സംസ്ഥാന ബോർഡ് മെമ്പർ എ.ആർ. സുബ്രഹ്മണ്യൻ കീർത്തി ഫലകവും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു. എക്സൈസ് സിവിൽ ഓഫീസർ വിനായക് മയക്കുമരുന്നിന്റെയും ലഹരി ഉപഭോഗ വ്യാപനത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ KG പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. SN മിഷൻ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ദീപക് സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. SN മിഷൻ ചെയർമാൻ ED ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. SN മിഷൻ വൈസ് ചെയർമാൻ ES രാജൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി KG, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ, KG കോർഡിനേറ്റർ ഷിത KS എന്നിവർ സംസാരിച്ചു. BKMU മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രഖ്യാപനത്തിന്റെ 110ാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ വിവിധ മേഖലയിൽ വിജയിച്ചവരെ ആദരിച്ചു. എറിയാട് നാട്യകൈരളി കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സും പഠനോപകരണ വിതരണവും ആദരവ് ചടങ്ങും സംഘടിപ്പിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PM മജീദിനെയും SLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സാറ B ഉമ്മർ, നാട്യകൈരളി രക്ഷാധികാരി TM കുഞ്ഞുമൊയ്തീൻ, സിനിമാ സംവിധായകൻ സിദ്ദിഖ് പറവൂർ, ഫസീല, ഹൗവ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂച്ചട്ടിയിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകി വീണു. വൻ തേക്കുമരങ്ങൾ വീണതോടെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അന്നമനട പഞ്ചായത്തിലെ ചെറുവാളൂരിൽ അനധികൃത തോട് നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് കൃഷിനാശത്തിന് കാരണമാകുന്നുവെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത്. തൃശൂർ, എറണാകുളം ജില്ലകളിലായി 100ഓളം ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പോലീസ് പിടിയിൽ. കോഴി പൗലോസ് എന്നറിയപ്പെടുന്ന 68-കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.